ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലായി. നമ്മൾ തമ്മിലൊരു ഇതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് കളവാണ്. ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നമ്മളെ ചെറിയ പ്രശ്നം, പേഴ്സണലായിട്ടുള്ള പ്രശ്നം, പേഴ്സണൽ കാര്യമാണ്. നമ്മൾ പേഴ്സണലി പറഞ്ഞ് തീർക്കും. മനസ്സിലായോ? ഞാൻ ഇന്നലെ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 10-15 മിനിറ്റ് സംസാരിച്ചു, കോൾ ചെയ്തു, വെച്ചു. അപ്പൊ എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഗൈസ്. മൂന്നാമതൊരാളെ വേണ്ട, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അവര് തന്നെ ഓക്കെ ആയിക്കോളും എന്നാണ് പറഞ്ഞു വരുന്നത്. സോ എന്താ സംഭവം? എന്താ? അയ്യോ, ഇതെന്താ? സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷമീറിന്റെ ലൈവിലെ ചെറിയൊരു ക്ലിപ്സ് ആണ്. ഓക്കെ, സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് അരിയണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്, ഉത്തരം പറയുന്നത്, അതായത് റീപ്ലൈ വീഡിയോ നമ്മുടെ ഷമീർ ലൈവ് പറയുന്നുണ്ട്. സോ നമുക്ക് തൊപ്പിയും ഷമീറുമായിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം ഗൈസ്. MRC ഗ്യാങ്ങിലെ തൊപ്പി MRC ഷമീർ ഗ്യാങ് ഇഷ്യോ. ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്ന ഇങ്ങനെ ആലോചിച്ച് നോക്കിയാണ്. ഒരു മിനിറ്റ്. ഈഗോ തല്ലുപിടി. MRC തൊപ്പി വേഴ്സസ് MRC ഷമീർ. എന്താണ് സംഭവിച്ചത്? ഷമീറിനെ കുറിച്ച് വേറൊരാളുടെ ലൈവിൽ തൊപ്പി വന്ന് പറഞ്ഞ കാര്യങ്ങളും, ഷമീർ വീണ്ടും ലൈവ് ഇടാൻ തുടങ്ങി ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട്. അപ്പോൾ തൊപ്പി പറഞ്ഞ കാര്യങ്ങൾക്ക് ഷമീറിൻ്റെ ഒരു റിയാക്ഷനും, പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഗ്യാങ്ങിൽ ഈ ഒരു ഇഷ്യൂ വരും. ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈഗോ പൊട്ടുന്നു. അതെ അതെ, നമ്മൾ ഇതിന്റെ വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് സീക്രട്ട് ഏജന്റിന്റെ. കാണാത്തവരെ കണ്ടു നോക്കുക, ചാനലുണ്ട്. അതൊക്കെ ഭയങ്കര വിസിബിൾ ആയിട്ട് പുറം ലോകത്ത് ഇവരെ വ്യൂവേഴ്സിന് അത് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തും എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഇത് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ച് ഞാൻ അന്ന് പ്രഡിക്റ്റ് ചെയ്തതാണ്. അത് കണ്ടതിന് ശേഷം തൊപ്പി നീ എങ്ങനെയുള്ളതാണ് പ്രഡിക്റ്റ് ചെയ്തതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇയാൾക്ക് പ്രഡിക്ഷൻ്റെ ഭയങ്കര കൈവാണ്. അത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. അല്ല, പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്കി അന്നെല്ലാം പറഞ്ഞു ഇതൊന്നും ശരിയല്ല കേട്ടോ, ഇതെല്ലാം എന്താ സംഭവം എന്നൊക്കെ മനസ്സിലാകുന്നില്ല. ഇതെന്താ സംഭവം? നമ്മൾ തമ്മിൽ എന്താ ഇഷ്യൂ ഉള്ളത്? എന്താ ഇഷ്യൂ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് റെലവൻ്റ് ആയിട്ട് കാണാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തോന്നാത്ത, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഇത് കാണാത്ത ആൾക്കാരാണ് ഈ വീഡിയോ പ്ലേ ഡ്രോപ്പ് ചെയ്ത് പോകണം. കാരണം ഞാൻ MRC തൊപ്പിയുടെ ഗ്യാങ്ങും തൊപ്പി കണ്ടന്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ MRC ഗ്യാങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ എന്നോട് ഒരുപാട് വീഡിയോ എന്ന് ചോദിച്ചിട്ടുള്ള കമന്റ് ബോക്സിൽ കമന്റ്സ് കാണാം. കുറച്ച് ദിവസമായിട്ട് ഈ ഷമീർ തൊപ്പി സീൻ എനിക്ക് കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിലൊക്കെ വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, തൊപ്പി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, ഷമീർ പറയാനുണ്ടെങ്കിൽ ഷമീർ പറയണമല്ലോ. ഒന്നാമത്തെ വിഷയം, ഇവരുടെ ഈ യൂണിവേഴ്സിനകത്ത്, MRC തൊപ്പി യൂണിവേഴ്സിനകത്ത്, ഇതിനകത്ത് സ്ക്രിപ്റ്റ് ഏതാ റിയാലിറ്റി ഏതാന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാം. കാരണം ഇവന്മാരൊക്കെ സ്ക്രിപ്റ്റിന് ഭയങ്കര കിങ്ങുകളാണ്. എസ്പെഷ്യലി തൊപ്പി കണ്ടന്റ് എങ്ങനെ വിൽക്കണം, എവിടുന്ന് വിൽക്കണം, അതെങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതൊക്കെ തൊപ്പിയേക്കാൾ കൂടുതൽ അറിയുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ കേരളത്തിൽ ഞാൻ പറയുന്നത് ആ വിഷയത്തിൽ കിങ്ങാണ്. അപ്പോൾ കമ്മിങ് ദിസ് മാറ്റർ ഇതിൽ ബിൽഡപ്പ് നമ്മൾ കുറച്ച് ഇവർ മാസം മുമ്പുള്ള ഗ്രൂപ്പ് ലൈവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവ നോട്ട് ഓൺ തുടങ്ങുന്നത് തൊപ്പി ലൈവ് നിർത്തുന്നു, ഷമീർ കൊണ്ടും ജാസീനെ കൊണ്ടും റാംബോനെ കൊണ്ടും ഒക്കെ ലൈവ് ചെയ്യിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ ഇത് എൻ്റെ എഡിറ്റ് ചെയ്യാൻ കണ്ടോളാം. ഇതെന്താന്ന് എനിക്ക് അറിയില്ല, ഞാൻ നോക്കട്ടെ. ആക്കി കൊടുക്കുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള പേരുകളും ഒരു വ്യൂവർഷിപ്പ് ബേസ് ഉണ്ടാക്കി കൊടുക്കുന്നു. തൊപ്പി മറ്റേ വാനിഷ് മോഡിലേക്ക് പോകും. ഇവരുടെ ലൈവിൽ കളിയാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ആ ലൈവിന്റെ പവർ ഇതെങ്ങനെയാണ്? കൂട്ടത്തിൽ ഒരാൾ വാനിഷ് മോഡിലോട്ട് പോകുന്നു, കൊമ്പനായിട്ട് നിൽക്കുക എന്നുള്ള ഒരു പാക്കിന് ഒരു ലീഡർ ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലീഡറായിട്ട് കൊമ്പനായിട്ട് നിൽക്കണം. ഈ ബാക്കിയുള്ള തോന്നും ആ പാക്കിന് ലീഡർ ഉണ്ടായിരുന്നു, ഞാൻ ഈ കൊമ്പനാണ്, അവൻ പോയി. കാര്യമൊക്കെ ചാറ്റ് നോക്കിയിട്ടും ചാറ്റ് പറയുന്നതൊക്കെയാണ് ഇവരുടെ മെയിൻ ഐഡിയാസ്, ഇവരുടെ കോണ്ടന്റ്. ചാറ്റ് വേണ്ടിയാണ് ചാറ്റിനാണ് ഈ ചാറ്റ് ചെയ്യുന്ന ഇവരുടെ വീഡിയോ ആണ് ആളുകൾ കൊടുക്കാറുണ്ട് എന്നാണ് പറയും. പക്ഷേ അത് ചാറ്റ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചാറ്റിന് ഒരു എന്റർടൈൻമെന്റ് നിങ്ങൾ നമ്മൾ തെളിക്കാണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ആ സെൻസിൽ നമ്മൾ ഈഗോ പോയി. ഓക്കെ, അങ്ങനെ 3000 ചോദ്യങ്ങൾ പിന്നെ ഈ ഈഗോ ക്ലാഷ് ഇതൊരു ഞാൻ പറയുന്നു. ചിലപ്പോൾ ഈ ഒരു പെരുന്നാൾ മുമ്പ് കഴിയുമ്പോൾ എല്ലാവർക്കും എല്ലാം പ്രശ്നവും തീർന്നു, അതൊക്കെ ഒരു എന്താ പറയുക ഫേക്ക് സ്ക്രിപ്റ്റ് ആയിരുന്നു വേണമെങ്കിൽ പറഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ഉള്ളത് തന്നെ. എൻ്റെ സോഴ്സുകളിൽ നിന്ന് അറിഞ്ഞത് തമ്മിൽ കുറച്ചധികം സീനുകളുണ്ട്. എസ്പെഷ്യലി ഷമീർ, തൊപ്പി, പിന്നെ മുനുവിനെ കാണാനില്ല. മുനുവിടെ പോയാൽ മുന്നു ഡിസപ്പിയർ ആണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്ലാരിറ്റി ഇല്ലാത്ത കുറേ അധികം മിസ്സിംഗ് ലിങ്കുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കണം. ഓക്കെ, ആദ്യം തൊപ്പി ഷമീർ കാര്യം പറയല. ഇത് എന്റെ ചാനലുള്ള ആരുവാന്നുള്ളത്. ചെക്കൻ്റെ ലെവലിൽ വെച്ച് ചെമ്മീർ ആരുടെ ലെവലിൽ പോയിട്ട് ചെമ്മീറിന്റെ പേര് സ്പാം ചെയ്യുന്നു. മമ്മൂന്റെ ലെവലിൽ ഇന്നലെ ഞാൻ ആരോഗ്യം പറയുന്നുണ്ട്. എല്ലാവരും ഷമീറിന്റെ പേര് സ്പാം ചെയ്തിട്ട് മമ്മൂന് ഗ്രൂപ്പിൽ വന്ന് തൊപ്പി ഷമീർ MRC ഗ്യാങ് ലീവ് ചെയ്തോളാം. ലീവ് ഇതുവരെ ലീവ് ചെയ്ത് ഞാൻ അറിയാണ്ട് ലീവ് ചെയ്തോന്ന് എനിക്കറിയില്ല. ഇതുവരെ ലീവ് ചെയ്തിട്ടറിയില്ല. നീയാണ് അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ആള്. എനിക്ക് വന്ന് നിജാൻ
നിജാൻ തൊട്ടിട്ടുണ്ട്. നിജാനാന്നപ്പോ എനിക്ക് തോന്നുന്നു എമർജിന്റെ പുതിയ മാനേജ്മെന്റ് നിജാനാ തോന്നട്ടാ. നിജാൻ പറയുന്നത് ഷമീർ എമർജി ഗ്യാങ്ങിൽ ചെയ്തോ. അപ്പൊ ഇവനാണ് കാര്യങ്ങൾ നോക്കുന്നതാ. എല്ലാവരും നിജാൻ പറയുന്നത് കേൾക്കണേ. നിജാനാണ് ഞാൻ അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്ന ആള്. അവന്റെ പേരുകൾ. പക്ഷെ ഞങ്ങൾ ഷമീറിന് വേണ്ടിയല്ലേ പറയുന്നത്. അതൊന്നും മനസ്സിലാക്കിക്കൂടെ. എന്താന്ന് ഞാൻ മനസ്സിലാക്കേണ്ട എനിക്ക് മനസ്സിലായില്ല. ഓനെ വീട്ടിൽ അവൻ വരുന്നില്ല. മനസ്സിലാവും. കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല. ഓനാടെ എന്തെങ്കിലും തിരക്കായിരിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താക്കണ്ട അപ്പൊ കാല് വിളിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. അത് നടക്കൊണ്ട് പറ്റൂല. ഞാൻ കാര്യം പറയാം. അത് നടക്കൊണ്ട് പറ്റൂല. വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല. ഇത് ഞാൻ കഴിഞ്ഞ 2 ആഴ്ച എന്നെ വിളിച്ചില്ല. ഓക്കെ, എന്നെ വിളിച്ചില്ല. എനിക്ക് അങ്ങനെ പോയി കാല് പിടിക്കൽ ഇതൊന്നും എനിക്ക് നടക്കൂല. മനസ്സിലാവും. ഷമീർ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഗെയിം സൗണ്ട് ഇല്ല. നിങ്ങൾ ഷമീറിനോട് പോയിട്ട് പറ. ഷമീർ ഇങ്ങോട്ട് വിളിക്കട്ടെ. സൗണ്ട് ഇല്ല. അപ്പൊ മറ്റങ്ങനെ തന്നെയാണോ? നിങ്ങൾ ഷമീറിനോട് പോയിട്ട് പറ. എന്നോടല്ല പറയണ്ട. മനസ്സിലാവും. എനി ഇഗോ ഡോൺ എനി ഇഗോ തൊപ്പി പ്ലീസ് കം ബാക്ക്. എനിക്ക് ബ്രോ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്റെ ലൈഫിൽ എനിക്ക് ഈ ഗ്യാങ് എന്റെ ലൈഫിൽ ഇല്ലായിരുന്നു. എനിക്ക് എത്രത്തോളം എന്തെങ്കിലും ചെയ്യാൻ. എന്നിട്ട് ഞാൻ എന്റെ എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് ഗ്യാങ്ങിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇത്രയും അതിൽ ഏറ്റവും മെയിനായിട്ട് വേറെ ആരും കൊടുക്കാത്ത സപ്പോർട്ടാണ് ഞാൻ ഷമീറിന് കൊടുത്തത്. അല്ല, എന്റെ ലൈഫ് തന്നെ ഞാൻ മാറ്റി വെച്ച് സാക്രിഫൈസ് ചെയ്ത് ഓനക്ക് വേണ്ടി ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും പുഷ് ചെയ്ത് ഒരാൾക്കും അത്രയും പുഷ് ചെയ്യാൻ കൊടുത്തില്ല. റാംബോയിൽ ഇപ്പോഴും പറയും. മനസ്സിലാവും. ഒരാൾക്കും ഞാൻ കൊടുത്തില്ല. അത്രയും പുഷ് ചെയ്ത് മൊത്തം സാക്രിഫൈസ് ചെയ്ത് ഇറങ്ങി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അവനോട് ഈ വേണം. എന്നിട്ട് അവനോട് ചെയ്തറിയാം തായോളി തന്തയിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. മനസ്സിലായി. ഹലോ ഗൈസ്, എന്തായാലും നമുക്ക് അതിന്റെ റീപ്ലേ വീഡിയോ കാണാം. സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ കുറെ സമയം എടുക്കും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എന്താണ് കാര്യത്തിലോട്ട് വരാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലായി. നമ്മൾ തമ്മിലൊരു ഇതുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് കളവാണ്. ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നമ്മളെ പേഴ്സണലായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ്. നമ്മൾ പേഴ്സണലി പറഞ്ഞ് തീർക്കും. മനസ്സിലായോ? ഞാൻ ഇന്നലെ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 10-15 മിനിറ്റ് സംസാരിച്ചു, കോൾ ചെയ്തു, വെച്ചു. അത് അങ്ങനെ വേറെ കമന്റ് ബോക്സിൽ കാൾ തൊപ്പി കുട്ടു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള മാത്രം, അല്ലെങ്കിൽ ചിന്തിക്കുന്നത് മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഒരു പ്രശ്നമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് കളവാവും. ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ പറഞ്ഞ് സോൾവ് നമ്മൾ പറഞ്ഞ് സോൾവ് ആക്കുന്നുണ്ട്. അത് പേഴ്സണൽ കാര്യം. അത് നിങ്ങളെ ഇതുമായിട്ടോ നിങ്ങൾ ചിന്തിക്കുന്ന ഇതൊന്നായിട്ടോ ഒരു ബന്ധമില്ലാത്ത സംഭവമാണ്. മനസ്സിലായോ? നിങ്ങൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നായിട്ട് യാതൊരു ബന്ധവുമില്ല അതിന്. അത് വേറെ. അത് നമ്മൾ തമ്മിലുള്ള ഇതാണ്. അത് നമ്മളൊരു 2 കൊല്ലത്തിൻ്റെ ഇടക്ക് അതെ നമ്മൾ അപ്പോഴപ്പോഴേ അടി വെക്കുന്നതാണ് ഇങ്ങനെയൊക്കെ. ഓക്കെ, അത് സീരിയസ് അല്ല, കോമഡി പരുവത്തിലാണ്. നമ്മളെങ്ങനെയും ആകുന്നതാ. ഓനും എങ്ങനെയും ഇടക്കിടക്ക് അങ്ങനെ അടിയാകുന്നതാണ്. അത് നമ്മൾ പണ്ട് മുതലേ അങ്ങനെ തന്നെ അടിയാവും, ഇതാവും. അതിന് ഒരിക്കലും ഇതാവില്ല. അങ്ങനെ നമ്മളങ്ങനെ ഇതാക്കും. പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചക്കരയും കൊപ്പരയും ആവും. അങ്ങനെ ഉള്ളതാ അത്. മനസ്സിലായോ? അത് കുറെ നമ്മൾ ചക്കര അടയുമാണ്. എത്ര അടി ഉണ്ടാക്കിയാലും അതേപോലെ കുട്ടവും ആണ്. വർഷങ്ങളായിട്ടുള്ള സംഭവം ഇത്. അതുകൊണ്ടാണ് ഇത് പുറത്ത് പറയണ്ടെന്നോ അല്ലെങ്കിൽ ഇത് ഇതാക്കണ്ടെന്നോ ചിന്തിക്കാനുള്ള കാര്യം. കാരണം ഇത് അതിന് മാത്രമുള്ള ഇഷ്യൂ ഇല്ല. ഇത് നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ മാറ്ററാണ്. മനസ്സിലായോ? ഇത് നമ്മൾ തമ്മിൽ അങ്ങ് പറഞ്ഞ് നമ്മളങ്ങ് തീർക്കും. ഇതിലങ്ങനെ വേറെ എന്താ പറയുക, പുറത്ത് ഒരു തേർഡ് പാർട്ടീൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല. മനസ്സിലായോ? അതെ, മൂന്നാമതൊരാളെ പറഞ്ഞ് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിലൊരു മൂന്നാമതൊരാൾ വേണ്ട. ഇത് തീർക്കാനോ ഇത് പറയാനോ മൂന്നാമതൊരാളെ വേണം നമുക്ക് തോന്നുന്നില്ല. കാരണം ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഇതിന് മൂന്നാമതൊരാളെ വലിച്ചിടണമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇതിന് ഞാനും ഓനും കൂടി പറഞ്ഞ് നമ്മൾ തീർത്തോളാം. മനസ്സിലായോ? ഇത് വേറെ മൂന്നാമതൊരാളെ ഇത് ഇവിടെ എടുക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇത് എൻ്റെ ചേട്ടാ, ഞാൻ GTA കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഗൈസ്. മൂന്നാമതൊരാളെ വേണ്ട. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അവര് തന്നെ ഓക്കെ ആയിക്കോളും എന്നാണ് പറഞ്ഞു വരുന്നത്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം അറിഞ്ഞാണല്ലോ. ഓക്കെ, കാര്യമായി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ മികച്ച നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്.